അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ചില്ലി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരിയും 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് കുറച്ചധികം വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്യുക. ഇത് നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 12 അല്ലി വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കുരു മാറ്റിയിട്ട് ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് റെഡ് ചില്ലി സോസാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയ കാരണം 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിട്ട് ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് കൂടെ വേണ്ട ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കട്ടയില്ലാതെ കലക്കിയിട്ട് ആ കോൺഫ്ലവറും മൈദയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി ആ ചിക്കനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എല്ലാ സൈഡിലും ഇങ്ങനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കനിൽ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിക്കൻ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ബിരിയാണിയിൽ ലാസ്റ്റിൽ ഇടാനായിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉള്ളി കനലില്ലാതെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉള്ളി ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ഞാൻ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറൊക്കെ ചേർത്തതല്ല, അപ്പോൾ പെട്ടെന്ന് ഒട്ടി പിടിച്ച് പോകും. അപ്പോൾ ഞാൻ ഒരു പകുതി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ആക്കാം. അങ്ങനെ ചിക്കൻ 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക്, 6-7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റിയ ശേഷം വേണം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട ശേഷം നമ്മളിതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പട്ടയും കറാമ്പും ഏലക്കയും കൂടെ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട, ഈ പൊടി മാത്രം ചേർത്താൽ മതി, ഗരം മസാല മാത്രം ചേർത്താൽ മതി. ഇനി അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പുതിനയില ഇട്ട് കൊടുക്കുക. അതുപോലെ ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ചില്ലി ചിക്കൻ ബിരിയാണി ആയ കാരണമാണ് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കിയ ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ ചിക്കനും മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ ചോറ് റെഡിയാക്കാനായിട്ട് ഞാൻ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 10 മിനിറ്റിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 ഏലക്കായും 2 കഷ്ണം പട്ട, ഒരു 3 കറാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് അരി ഉണ്ടായിരുന്നു, 1 കിലോ അരി. ഈ ഒരു കപ്പിന് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിന് മാറ്റം വരും. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ച അരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 1/4 ഭാഗം വേവാക്കിയെടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ വെള്ളമൊക്കെ വറ്റി ഒരു 1/4 ഭാഗം വേവാക്കിയെടുത്ത ശേഷം നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറ് ഒരു 1/4 ഭാഗം വേവാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 8 മിനിറ്റാണ് വേവിച്ചെടുത്തത്. ഓരോ അരിക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പോൾ ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതുപോലെ ഒരു വലിയ പോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചെറിയൊരു മഞ്ഞ കളറ് ചോറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചെറിയൊരു യെല്ലോ കളറായിട്ട് വരും ദം ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കത്തിൻ്റെ ബാക്കി ഒരു പകുതി ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കണം ഗ്യാസ്. എന്നിട്ടൊരു 15 മിനിറ്റ് അടച്ച് വെച്ച് ദം ചെയ്യാം. അങ്ങനെ ബിരിയാണി ഇത് ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചോറൊക്കെ നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചോറ് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ചിക്കൻ്റെ മസാല വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. അതുപോലെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തെന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.
അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചില്ലി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.